പശ്ചിമേഷ്യ എന്നൊരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. അമേരിക്ക ഇസ്രായേൽ സഖ്യം ഇറാന്റെ അധികാര സ്ഥിരകളിൽ നേരിട്ട് പ്രഹരമേൽപ്പിച്ചതോടെ ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു എന്ന ഭീതി പരക്കുകയാണ്. ഇറാന്റെ കരുത്തുറ്റ നേതാവും നയതന്ത്രജ്ഞനുമായിരുന്ന അലി ലാരിജാനി കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ റഷ്യ നടത്തിയ കടുത്ത പ്രതികരണം അന്താരാഷ്ട്ര തലത്തിൽ പുതിയ ചേരിതിരിവുകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കേവലം ഒരു സൈനിക നീക്കം എന്നതിലുപരി ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നേതൃത്വത്തെ ഇല്ലാതാക്കൽ തന്ത്രമാണ് ഇവിടെ അരങ്ങേറുന്നത്. അലി ലാരിജാനി എന്ന പേര് ഇറാനിലെ അധികാര ഘടനയുടെ വെറും ഒരു ഭാഗമായിരുന്നില്ല, മറിച്ച് അതിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു. ദശാബ്ദങ്ങളോളം ഇറാന്റെ രാഷ്ട്രീയ സുരക്ഷാ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ്. ഇറാന്റെ ആണവ പദ്ധതികളെ ചൊല്ലി പാശ്ചാത്യ രാജ്യങ്ങളുമായി നടന്ന ഏറ്റവും സങ്കീർണമായ ചർച്ചകളിൽ ഇറാന്റെ മുഖമായിരുന്നു ലാരിജാനി. അദ്ദേഹത്തിന്റെ വാക്ചാതുര്യവും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ ബഹുമാനം നേടിക്കൊടുത്തു. നീണ്ട 12 വർഷക്കാലം ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിരുന്ന അദ്ദേഹം രാജ്യത്തെ നിയമനിർമ്മാണ സഭയും ഭരണകൂടത്തെയും ഒരുപോലെ നിയന്ത്രിച്ചു. സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ എന്ന നിലയിൽ ഇറാന്റെ സൈനിക തന്ത്രങ്ങൾക്കും പ്രതിരോധ നീക്കങ്ങൾക്കും അദ്ദേഹം അന്തിമ രൂപം നൽകി. അത്തരമൊരു നേതാവിനെയാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ ഇല്ലാതാക്കിയത്. ലാരിജാനിക്കൊപ്പം അദ്ദേഹത്തിന്റെ മകനും സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടത് ഇത് എത്രത്തോളം കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ടാർഗറ്റിംഗ് കില്ലിംഗ് ആണെന്നും വ്യക്തമാക്കുന്നു. ഇറാനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യവെച്ച് നടത്തുന്ന ഈ ആക്രമണത്തിൽ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പങ്ക് അതിവേഗം സ്ഥിരീകരിക്കപ്പെട്ടു. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും പിന്നീട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഈ ഓപ്പറേഷൻ ലക്ഷ്യം കണ്ടുവെന്ന് അവകാശപ്പെട്ടു. ഇതോടെ ബാസിജ് കമാൻഡറിന്റെ മരണവും സംഭവിച്ചത് ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിന് ഏറ്റവും വലിയ പ്രഹരമായി മാറി. നേതാക്കളെ ഒന്നൊന്നായി ഇല്ലാതാക്കി ഇറാന്റെ പ്രതിരോധ വീര്യം തകർക്കുക എന്ന വ്യക്തമായ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ റഷ്യയുടെ നിലപാട് ഇപ്പോൾ അതീവ നിർണായകമാണ്. ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് നടത്തിയ പ്രസ്താവന കേവലം ഒരു നയതന്ത്ര പ്രതികരണമല്ല, മറിച്ച് അമേരിക്കയും ഇസ്രായേലും നൽകുന്ന നേരിട്ടുള്ള താക്കീതാണ്. ഒരു പരമാധികാര രാജ്യത്തിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. ഇതൊരു തരത്തിലും അംഗീകരിക്കാനാവില്ല. റഷ്യയുടെ ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഇറാനിലെ ഭരണമാറ്റത്തിനോ നേതൃത്വത്തെ തകർക്കാനോ ഉള്ള നീക്കങ്ങളെ റഷ്യ നിസ്സംഗമായി നോക്കി നിൽക്കില്ല എന്നാണ്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഇറാനുമായി റഷ്യയ്ക്കുണ്ടായ സൈനിക സാങ്കേതിക ബന്ധം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടുതൽ ശക്തമാവുകയാണ്. ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കി ചർച്ചകൾ ആരംഭിക്കണമെന്ന് റഷ്യ ആവശ്യപ്പെടുമ്പോഴും ഇറാൻ ആവശ്യമായ ആയുധ സഹായങ്ങൾ നൽകാൻ റഷ്യ തയ്യാറാകുമെന്ന ഭീതി പാശ്ചാത്യ ലോകത്തിനുണ്ട്. ലാരിജാനിയുടെയും മറ്റു സൈനിക ഉദ്യോഗസ്ഥരുടെയും സംസ്കാര ചടങ്ങുകൾ ഇറാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ജനകീയ പ്രക്ഷോഭമായി മാറി. ഇതൊരു രാജ്യത്തിന്റെ വിലാപയാത്രയായിരുന്നില്ല, മറിച്ച് സായുധമായ ഒരു പ്രതിജ്ഞയായിരുന്നു. അമേരിക്കയ്ക്ക് മരണം, ഇസ്രയേലിന് മരണം, പ്രതികാരം എന്ന മുദ്രാവാക്യങ്ങളുമായി ദശലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലേക്ക് ഇറങ്ങിയത് വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിന്റെ സൂചനയാണ്. ജനങ്ങളുടെ ഈ വൈകാരിക വികാരം ഭരണകൂടത്തെ കൂടുതൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കും. ഫെബ്രുവരി 28 ഇറാന്റെ ആത്മീയ നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ലാരിജാനിയും കൊല്ലപ്പെടുന്നത്. ഇത് കേവലം യാദൃച്ഛികതയാണെന്ന് കരുതാൻ കഴിയില്ല. ഇറാന്റെ അധികാര ഘടനയെ ശിരസ്സറുത്തതാക്കി രാജ്യത്തെ അരാജകത്വത്തിലേക്ക് തള്ളിയിടുന്ന ആസൂത്രിത നീക്കമാണ് നടക്കുന്നത്. ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളിലേക്ക് ശത്രുക്കൾ തുളച്ചു കയറിയോ എന്ന സംശയം ഇതോടെ ശക്തമായി. അലി ഖമേനിയുടെ മരണത്തിനു ശേഷം ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ചുമതലയേറ്റ അയത്തുള്ള മുസ്തഫ ഖമേനി അങ്ങേയറ്റം കർക്കശമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ലാരിജാനി വധത്തെ ക്രൂരമായ കൊലപാതകമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ശത്രുക്കൾ ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും പ്രഖ്യാപിച്ചു. മുസ്തഫ ഖമേനിയുടെ നേതൃത്വത്തിൽ ഇറാൻ കൂടുതൽ യാഥാസ്ഥിതികയും വിട്ടുവീഴ്ചയില്ലാത്തതുമായ യുദ്ധതന്ത്രങ്ങളിലേക്ക് മാറുകയാണ്. സെയ്ദ് ജലീലിയെ പോലുള്ള കടുത്ത നിലപാടുകാരെ സുപ്രധാന പദവികളിൽ നിയമിക്കുന്നത് ഇതിന്റെ ഭാഗമാണ്. ഈ സംഘർഷം കേവലം പശ്ചിമേഷ്യയിൽ ഒതുങ്ങുന്നില്ല. ലോകത്തെ ഊർജ്ജ വിതരണ ശൃംഖല ഇത് ബാധിച്ചു കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച സംഘർഷം മുറുകുന്നത് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരാൻ കാരണമായി. ഇത് ഇന്ത്യയെ പോലുള്ള ഇറക്കുമതി രാജ്യങ്ങളിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും സൃഷ്ടിക്കും. ചെങ്കടലിലും പേർഷ്യൻ ഗൾഫിലും കപ്പലുകൾക്ക് നേരെയുള്ള ഭീഷണി വർദ്ധിക്കുന്നത് ആഗോള ചരക്ക് നീക്കത്തെ മന്ദഗതിയിലാക്കി. സൈനിക നീക്കങ്ങൾ ഒരു വശത്ത് കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ട കാഴ്ചയാണ് നാം കാണുന്നത്. അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന ഈ കടന്നാക്രമണങ്ങൾ പശ്ചിമേഷ്യയെ ദശാബ്ദങ്ങൾ പിന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. റഷ്യയുടെ ഇടപെടലും ഇറാന്റെ പ്രതികാരദാഹവും ഒത്തുചേരുമ്പോൾ സമാധാനം എന്നത് വിദൂരമായൊരു സ്വപ്നമായി മാറുകയാണ്. ഒരു തെറ്റായ നീക്കം പോലും ഒരു ആഗോള യുദ്ധത്തിന് തിരികൊളുത്താൻ പര്യാപ്തമാണ്. വരും ദിവസങ്ങളിൽ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണം ഏത് തരത്തിലുള്ളതായിരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ ഭാവി. പശ്ചിമേഷ്യയിലെ ഈ അഗ്നിപർവ്വതം എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് ഭീതിയോടെ നോക്കി നിൽക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ.